ഹലോ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് റോമൻസിൻ്റെ ലേഖനത്തിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദ ഗുഡ്നെസ് ഓഫ് ഗോഡ് ലീഡ്സ് എ പേഴ്സൺ ടു റിപ്പൻറ്റൻസ്. ദൈവത്തിൻ്റെ സ്നേഹമാണ് ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. സോ ദൈവം തൻ്റെ സ്നേഹത്തിലൂടെയാണ് ഒരു ജനറേഷനെ ഇമ്പാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പത്രോസ് മീൻ പിടിക്കാൻ കൂട്ടുകാരുടെ കൂടെ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. യേശു കർത്താവ് പത്രോസിൻ്റെ പടകിൽ കയറിയിട്ട് പത്രോസിനോട് പറഞ്ഞു, നിൻ്റെ വലത്തെ സൈഡിൽ നീ വല എറിയുക. നമുക്ക് എല്ലാവർക്കും കഥ അറിയാം. പത്രോസ് കർത്താവ് പറഞ്ഞ വാക്കിൽ വല എറിഞ്ഞു, മീൻ ധാരാളം പിടിച്ചു. അതിൻ്റെ ശേഷം പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, നീ എന്നെ വിട്ടുപോകും. നോക്കിക്കേ, നമുക്കവിടെ എവിടെയും കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. യേശു കർത്താവ് പത്രോസിനെ ഉപദേശിച്ചില്ല, എടാ ഒരുമാതിരി മീൻ ചന്തയിലെ ആൾക്കാരുടെ വർത്തമാനം നിനക്ക് വരുന്നുണ്ട്, കുറച്ച് നിൻ്റെ സംസാര രീതിയൊക്കെ ഒന്ന് ശരിയാക്കുക, എന്നാൽ നിനക്ക് ഞാൻ അനുഗ്രഹം തരാം, നീ മര്യാദക്കൊക്കെ ഒന്ന് സംസാരിക്കും, നിൻ്റെ കൂട്ടുകാരെയൊക്കെ നീ ഏത് ലെവലിലാണ് വിളിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? ഒന്നും കർത്താവ് പറഞ്ഞില്ല. മീൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയുടെ പടക് നിറച്ച് മീൻ കൊടുത്തപ്പോൾ ആ വ്യക്തി പറയുക, ഹേയ് നീ എന്നെ വിട്ടുപോകും, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. അന്നേരം കർത്താവ് പറയാ, നീ പാപിയല്ല, ഞാൻ നിന്നെ കാണുന്നത് മനുഷ്യനെ പിടിക്കുന്ന, എൻ്റെ രാജ്യത്തിൽ എൻ്റെ സ്നേഹത്തെക്കുറിച്ച് അനേകരോട് ഷെയർ ചെയ്യുന്ന ഒരു അപ്പോസ്തോലനെയാണ് ഞാൻ നിന്നിൽ കാണുന്നത്. ആ വാക്കിൽ പത്രോസ് എന്നേക്കുമായി യേശു ക്രിസ്തുവിൻ്റെതായി തീർന്നു. സോ ഇന്ന് നമ്മൾ എന്തെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് ഭയത്തിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ ദൈവത്തിനത് വേണ്ട. കാരണം ഇന്ന് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വാടാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ സ്നേഹിച്ചിട്ടാണ് പിതാവ് നമ്മളെ തന്നിലേക്ക് ആകർഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ധൂർത്തുപുത്രൻ്റെ കഥ. അതിൻ്റെ അകത്ത് അപ്പൻ്റെ മുഴുവൻ സമ്പത്തും ചോദിച്ചു. ജീവിച്ചിരിക്കുന്ന ഒരു അപ്പനോട്, ഇസ്രായേൽ പാരമ്പര്യം അനുസരിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു അപ്പനോട് തൻ്റെ പങ്ക് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പ നീ എനിക്ക് മരിച്ചതിൻ്റെ ശേഷം മാത്രമേ വീതം അവിടെ നടക്കത്തുള്ളൂ. ജീവിച്ചിരിക്കുന്ന അപ്പനോട് വീതം ചോദിച്ചപ്പോഴേ ഓർത്തോണം, മോൻ പറ, എനിക്ക് നീ ഒരു അപ്പനായിട്ട് വേണ്ട, ഞാൻ നിന്നെ ഒരു ഡെഡായിട്ടാണ് കാണുന്നത്, എനിക്ക് എൻ്റെ പ്രോപ്പർട്ടി താ. അപ്പൻ സ്നേഹത്തിൽ കൊടുത്തു. അപ്പൻ അറിയാം മോൻ ഇത് ദൂർത്ത് കളയാൻ വേണ്ടി തന്നെ, സ്റ്റിൽ ബിക്കോസ് ഓഫ് ലവ്, ഔട്ട് ഓഫ് ലവ് അതങ്ങ് കൊടുത്തു. അതിൻ്റെ ശേഷം നമുക്കറിയാം കഥ. അവൻ ഭയങ്കര ക്ഷാമത്തിലൂടെ കടന്നുപോയി, അവൻ്റെ പൈസ മുഴുവൻ തീർന്നു. അവൻ തിരിച്ച് അവൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് വരാൻ നേരത്ത് അവൻ്റെ മനസ്സിൽ പേടിയാണ്. അവൻ പറയുന്നത്, എന്നെ ഒരു ദാസനായിട്ടല്ലോ ഒന്ന് അംഗീകരിക്കുക. എന്തിനാ? അപ്പനോടുള്ള സ്നേഹം കാരണം വന്നതല്ല. ഫുഡ് കഴിക്കാൻ കിട്ടുന്നില്ല, പന്നിയുടെ ആഹാരം പോലും കിട്ടാതെ വന്നപ്പം അവൻ ഓർക്കുകയാണ്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വേലക്കാര് വരെ കഴിച്ചിട്ട് അവർക്ക് ധാരാളം മിച്ചം വരുന്നു. അപ്പം ഞാൻ ഈ അപ്പൻ്റെ വീട്ടിൽ പോയാൽ എനിക്ക് ആഹാരത്തിന് ഒരിക്കലും ഒരു കുറവ് വരത്തില്ല എന്നുള്ളൊരു രീതിയിൽ താൻ അപ്പൻ്റെ അടുക്കലേക്ക് പോവുക. അപ്പം ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. ഞാൻ പാപിയാണ്, ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു, നിന്നോട് പാപം ചെയ്തു. സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് അപ്പനെ കണ്ടപ്പോഴേ അപ്പൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്ത് തൻ്റെ കൊട്ടാരത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സും മോതിരവും ചെരുപ്പും അവനെ അണിയിപ്പിച്ചു. അവൻ പറയുന്നുണ്ട്, ഞാൻ പാപിയെ. അപ്പൻ അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നത് പോലുമില്ല, അവനെ ചുംബിച്ചു. എന്നിട്ട് അവൻ്റെ മുമ്പിൽ അവന് വേണ്ടി ഒരു ബിഗ് പാർട്ടി അപ്പൻ എറിഞ്ഞു. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഈ മകൻ ഇനി അവൻ എന്തെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞാലും, ഇനി അവൻ ജീവിതത്തിൽ അവൻ സമ്പത്ത് വേണമെങ്കിൽ തിരസ്കരിച്ചേക്കാം, പക്ഷെ അവൻ അവൻ്റെ അപ്പനെ തിരസ്കരിക്കത്തില്ല. കാരണം എന്തുവാ? അപ്പൻ്റെ സ്നേഹമാണ് അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. അപ്പൻ്റെ സ്നേഹമാണ് അവൻ്റെ ഉള്ളിൽ ഒരു സുബോധത്തെ കൊണ്ടുവന്നത്. ഇന്ന്
നിങ്ങൾ നിങ്ങളുടെ മക്കളിൽ, നിങ്ങളായിരിക്കുന്ന ചുറ്റുവട്ടത്തിൽ സ്നേഹത്തെ റിസീവ് ചെയ്യുവാനും സ്നേഹത്തെ കൊടുക്കാനും തയ്യാറാണെങ്കിൽ, ആരെല്ലാം നിങ്ങളുടെ കൂടെ നിന്നാലും നിന്നില്ലേലും, നിങ്ങൾ ആരുടെയൊക്കെ ഉള്ളിലാണോ സ്നേഹവും റെസ്പെക്റ്റും വിതച്ചത്, അവരെന്നും നിങ്ങളോട് കൂടെ കാണും. സോ ഈ സ്നേഹമാണ് വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. വേറെ ഒന്നിനും ഒരു വ്യക്തിയെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇന്ന് നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ, ഈ പിതാവിൻ്റെ സ്നേഹത്തെ റിസീവ് ചെയ്യുക. അപ്പൻ നിങ്ങളോട് ഒരു ദേഷ്യമില്ല. നിങ്ങളെ ലോകമാണ് പഠിപ്പിച്ചേക്കുന്നത്, മതമാണ് പഠിപ്പിച്ചേക്കുന്നത്, ദൈവത്തിന് നിങ്ങളോട് ദേഷ്യമാണ്. നിങ്ങൾ അതുകൊണ്ടാണ് പേടിച്ചിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന് നിങ്ങളോട് ഒരു ദേഷ്യമില്ല. ദൈവത്തിൻ്റെ ജീവനാണ് നിങ്ങൾ ഓരോരുത്തരും. ദൈവത്തിന് നിങ്ങളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ എല്ലാമാണ്. സോ ഇന്ന് പേഴ്സണലി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ദൈവം ആഴമായി സ്നേഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങൾ. ആ ദൈവം നിങ്ങൾക്ക് പിതാവാണ്. സോ നിങ്ങൾ ഈ സത്യത്തെ സ്വീകരിക്കുക, ഈ സ്നേഹത്തിൽ തുടരുക. ദൈവം നിങ്ങളെല്ലാവരെയും സന്തോഷത്തിലും അനുഗ്രഹത്തിലും നടത്തട്ടെ. ആമേൻ.